ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനീരോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഒരല്പം കാര്യങ്ങളോട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നാം വായിച്ചത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യമാണല്ലോ. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് അത് ശരിയായ അർത്ഥമെന്ന് നാം ചിന്തിച്ചു. നമുക്ക് എന്തുണ്ടെന്നും എങ്ങനെയാണ് അത് ഉണ്ടായതെന്നും നാം ചിന്തിച്ചു. കാരണം നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നും നമ്മുടേതായിട്ടില്ല. ലഭിച്ചത് ആരിൽ നിന്ന്? വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്. അവൻ തന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും. ആകയാൽ നാം അവയെല്ലാം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് നാം ചിന്തിച്ചു. മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏത് കാര്യങ്ങളാണ് മുറുകെ പിടിക്കണമെന്ന് ചിന്തിച്ചു. മുറുകെ പിടിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാമെന്ന് ചിന്തിക്കാൻ പോകാൻ ഈ വീഡിയോയിൽ അതാണ് നമ്മുടെ ചിന്താ വിഷയം. എന്തൊക്കെയാണ് മുറുകെ പിടിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്? കിരീടം വേറൊരാൾക്കായി പോവും, അല്ലെങ്കിൽ എൻ്റെ കിരീടം നഷ്ടപ്പെടും, എനിക്കായി വച്ചിരിക്കുന്ന കിരീടം നഷ്ടപ്പെടും. അതിനെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, മുറുകെ പിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നും ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-16 വാക്യങ്ങൾ ഒരു കഥാപാത്രത്തെ കാണാം. പഴയ നിയമത്തിലെ വേദപുസ്തകത്തിലെ തന്നെ ഒരു ദുഃഖ കഥാപാത്രം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാമിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അടുത്ത വാക്യം, അവൻ ഭിന്നത്തിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വാസ്തവത്തിൽ ഏശാവിൻ്റെ കാര്യം ആ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആ സംഭവം വായിക്കുമ്പോൾ ഞാനും കരഞ്ഞു പോകും. എന്താണ് കാരണം? ആ ഉദാഹരണമാണ് അപ്പോസ്തലനോട് പറയുന്നത്. നിങ്ങളും അതുപോലെ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ഏശാവിന് ജന്മന അവർ ട്വിൻസാണ്, ഇരട്ടയാണ് ഏശാവും യാക്കോബും. എന്നാൽ ആദ്യം വന്നത് ഒരേ സമയത്ത് വന്നവരാണെങ്കിലും ആദ്യം പുറത്തു വന്നത് ഏശാവാകയാൽ അങ്ങനെ അവന് വലിയ ചില പദവികൾ അവകാശമായിരുന്നു. ഒന്ന്, ജ്യേഷ്ഠാവകാശം, അതായത് അപ്പൻ്റെ സ്വത്തിൻ്റെ ഇരട്ടി പങ്കിന് അവൻ അവകാശി. മാത്രമല്ല, കുടുംബത്തിലെ രാജ്യത്വം, രാജാധികാരം അവന്. മാത്രമല്ല, പൗരോഹിത്യ സ്ഥാനം അവന്. ഇങ്ങനെ പല അവകാശങ്ങൾ ഏശാവിന് ജന്മനാ ലഭ്യമായതാണ്. അവനൊന്നും ചെയ്തിട്ടല്ല, അവൻ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല, അവന് ജന്മനാ ലഭ്യമായതാണ്. പക്ഷേ നാം എബ്രായ ലേഖനത്തിൽ വായിച്ചത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായി ആ സംഭവം പറയുന്നുണ്ട്. യാക്കോബ് ഒരിക്കൽ ഏശാവ് വേട്ട കഴിഞ്ഞ് വരുമ്പോൾ അവന് വിശന്നു, വല്ലാതെ വിശന്നപ്പോൾ അവൻ അന്നേരത്തെ യാക്കോബ് നല്ല പായസം ഉണ്ടാക്കുക, ചുവന്ന പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മണവും അവൻ്റെ മൂക്കിലടിക്കുന്നു. അപ്പോൾ ഏശാവ് പറയുന്നു, എനിക്ക് ചില പായസം തന്നു. യാക്കോബ് പറഞ്ഞു, തരാം. അതായത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ താഴെ വരെയുള്ള വാക്യത്തിൽ ഉണ്ട്. യാക്കോബ് പറഞ്ഞു, തരാം, പക്ഷേ ഒരു കാര്യം, ജ്യേഷ്ഠാവകാശം വയ്ക്കണം.
എനിക്ക് തരണം. യേശാവിന് ഒരു തടസ്സം, നീ എടുത്തു തരാം, അങ്ങ് കൊടുത്തു. എന്നിട്ട് 34 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യാക്കോബ് യേശാവിന് അപ്പവും പയറ് കൊണ്ടുള്ള പായസവും കൊടുത്തു. അവന് ഭക്ഷിച്ച പാനം ചെയ്തു, എഴുന്നേറ്റ് പോയി. ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ദൈവത്താൽ ലഭിച്ച അവൻ്റെ പദവിയെ മറ്റാരും നഷ്ടമാക്കിയതല്ല, അവൻ തന്നെ. അതായത് പറയുന്നേ, അതുപോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു. എക്സ്ചേഞ്ച്. ഇതുപോലെ തന്നെ ഇന്നത്തേക്ക് അതിനുശേഷം വേറൊരു സംഭവം നടന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ അപ്പൻ്റെ അനുഗ്രഹത്തുള്ള ബന്ധത്തിൽ ഏശാവിനോട് പറഞ്ഞു. ആ നിർദ്ദേശം അനുസരിച്ച് അവൻ വേട്ട തരാൻ പോയി. പുറകെ അവൻ്റെ അമ്മ ഇത് കേട്ടു, യാക്കോബിനെ ഒരുക്കി വിട്ടു. അവൻ അടിച്ചെടുത്തു ജ്യേഷ്ഠാവകാശം, അനുഗ്രഹം. ഏശാവ് വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. അപ്പന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി. ഇസ്ഹാക്ക് നടുങ്ങി. ഏശാവും നിലവിളിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ 27-ാം അധ്യായത്തിൽ ഏശാവിൻ്റെ കരച്ചിൽ കണ്ടാൽ സഹിക്കുകയില്ല. ഞാൻ എപ്പോഴാ ഭാഗം വായിച്ചാലും ഞാനും കരഞ്ഞു പോകും. 2 കാര്യങ്ങൾ, 2 പ്രാവശ്യം അപ്പാ അപ്പാ എന്നെയും അനുഗ്രഹിക്കണമേ. അതായത് ലേഖനത്തിൽ പറയുന്നേ, പിന്നത്തേതിൽ കണ്ണീരോടുകൂടെ അപേക്ഷിച്ചിട്ടും മനസാന്തത്തിന് ഇട കിട്ടിയില്ല. അപ്പാ നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ എന്നും പറഞ്ഞ് അവൻ കരയുന്നു. 27-ാം അധ്യായത്തിൽ അതുണ്ട്. അപ്പോൾ നല്ല ഉദാഹരണമാണ് ഏശാവ്. ദൈവദത്തമായി കിട്ടിയ പദവി, ദൈവദത്തമായി കിട്ടിയ അവകാശം അവൻ വെച്ചുമാറി, വിറ്റ് കളഞ്ഞു. അവൻ അലക്ഷ്യമാക്കി. മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. വേറൊരു സംഭവം വേദ പുസ്തകത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, ഇസ്രായേലിനായ നാബോത്തിന് ആഹാബ് ഒരു നല്ല ഓഫർ കൊടുത്തു. നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണം, ഞാൻ അന്നേക്കാൾ മെച്ചമായ മുന്തിരിത്തോട്ടം തരാം. നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരെ അവകാശം നിനക്ക് തരുവാൻ ദൈവം സംഗതിയാക്കരുതേ. കൊടുത്തില്ല. അവന് രാജാവിൻ്റെ ഓഫർ നിഷ്കരണം നിരസിച്ചു. അതിൻ്റെ ഫലം എന്താണ്? കുതന്ത്രങ്ങളിൽ കൂടെ നാബോത്തിനെ വകവരുത്തി അവൻ്റെ മുന്തിരിത്തോട്ടം അവർ കൈവശമാക്കി. പക്ഷേ ഒരു കാര്യം, മരിക്കുന്നത് വരെ അവൻ്റെ അവകാശം അവൻ വിട്ടുകൊടുത്തില്ല. കളസാക്ഷിയിലേക്ക് ഒരുക്കി അവർ തട്ടിയെടുത്തു. എങ്കിലും മരണം വരെ അവൻ്റെ അവകാശം വെച്ചുമാറാനോ വിൽക്കാനോ നാബോത്ത് തയ്യാറായില്ല. ഇതുപോലെ എന്തു വന്നാലും നമുക്ക് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച അതിമഹത്തായത്, ശ്രേഷ്ഠമായത്, ലോകത്തിന് കണ്ണിൽ അല്പമായത്, എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ മഹത്തായത്, നിസ്സാരകാര്യം ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചു മാറരുതേ. പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നല്ലോ മരുഭൂമിയിലെ പരീക്ഷയിൽ. ലോകത്തിലെ സകല രാജ്യങ്ങളുടെ മഹത്വവും കർത്താവിനെ കാണിച്ചു. ഇതെല്ലാം നിനക്ക് തന്നേക്കാം, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. കർത്താവ് അവനെ ശാസിച്ചോടിച്ചു. ഇതുപോലെ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെ വശ്യത, ലോകത്തിൻ്റെ അംഗീകാരം, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, ലോകത്തിൻ്റെ പദവികൾ എല്ലാം വെച്ചുകൊണ്ട് പിശാച് നമ്മളും വശീകരിക്കാൻ ശ്രമിക്കുക. നമുക്കുള്ള വിലമതിക്കാനാവാത്ത ദൈവദത്തമായ ശ്രേഷ്ഠമായ കാര്യങ്ങൾ, അതിൻ്റെ വിലയെ നാം അറിയാത്തത് കൊണ്ട് പലപ്പോഴും നാം ഇപ്പോഴത്തെ വഴങ്ങിപ്പോകുന്നു. ലോകത്തോട് ചെങ്ങാത്തം കൂടാൻ, ലോകത്തിൻ്റെ ഓഫർ സ്വീകരിക്കാൻ
നാം തയ്യാറായി പോകുന്നു, ഫലം എന്താണ്? നിത്യമായി നഷ്ടമാകുന്നു. അപ്പോൾ അവനെപ്പോലെ അഭക്തനാകാതിരിപ്പാൻ, ഒന്നുകൂടെ ഞാൻ പറയും, ദൈവത്തിൽ ദൈവദത്തമായ അവകാശങ്ങളും അനുഗ്രഹങ്ങളും നിസ്സാരമായതിനു വേണ്ടി അലക്ഷ്യമാക്കി കളഞ്ഞ ഏശാവിനെ പോലെ ആകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീരെന്ന് ദൈവത്തെ ആത്മാവ് നമ്മോട് ബോധ്യം പറയുന്നു. മാത്രമല്ല, മുന്നോട്ട് നീങ്ങട്ടെ. നമുക്ക് ഒരു സാധനത്തെ മുറുകെ പിടിക്കണമെങ്കിൽ, ഏത് വസ്തുവാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും മുറുകെ പിടിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം ഓർത്തിരിക്കണം. ഒന്ന്, നമുക്ക് ലഭിച്ച, നമ്മുടെ കയ്യിൽ തന്ന, നമുക്ക് ദാനമായി ലഭിച്ച സാധനത്തിൻ്റെ ശരിയായ മൂല്യം നാം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു സമ്മാനം നമുക്ക് കിട്ടിയാൽ അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത നാം അറിഞ്ഞിരുന്നാൽ നാം ഒരിക്കലും അത് വിട്ടുകളയത്തില്ല. പലരും ഒക്കെ സമ്മാനങ്ങൾ കൈമാറുകയും ഉണ്ടല്ലോ. ആ സമ്മാനങ്ങൾ ചെറുതായാലും വലുതായാലും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നു എന്നുള്ള ബോധ്യമുള്ള വ്യക്തി അത് കാത്തു സൂക്ഷിക്കും. ഒന്ന്. രണ്ട്, തന്നയാൾ ആരാണ്? എനിക്ക് ദാനം തന്നയാളാരാണ്? ആരാണ് ഇതെന്നെ ഏൽപ്പിച്ചത്? ആ ആളിനെ കുറിച്ചുള്ള ശരിയായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും അത് സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. കാരണം നമ്മെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്കൊരു സ്നേഹസമ്മാനം തന്നാൽ ഒരിക്കലും നാം അതിനെ നിസ്സാരമായി കാണത്തില്ല. എൻ്റെ ഇന്നാര് തന്നതാ, എന്നെ സ്നേഹിക്കുന്ന ഇന്നാര് തന്നതാ, എന്നോടുള്ള സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ തന്നതാണ് എന്നുള്ള ബോധത്തോടെ നാം അതിനെ കാത്തു സൂക്ഷിക്കും. തന്നവൻ ആരാണ്? സാധാരണക്കാരനാണോ? ഭിക്ഷക്കാരനാണോ? സാധാരണക്കാരനാണോ? അതോ തീർച്ചയായിട്ടും ഈ അംബാനിയോ അദാനിയോ ഒക്കെ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നാൽ അല്ലെങ്കിൽ ഒരു മെമെൻറ്റോ തന്നാൽ വീട്ടിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും. എന്നെ ഇന്നാര് തന്ന, വേണേ എൻ്റെ ഫോട്ടോയും. കാരണം വലിയവർ ഒരുപക്ഷെ ഭരണകൂടത്തിൽ നിന്ന് ഒരു അവാർഡോ സമ്മാനമോ കിട്ടിയാൽ അതെത്ര മഹത്തായി നാം സൂക്ഷിക്കും. മരണം വരെ നാം മരിച്ചാലും കാലശേഷവും മക്കളും അത് സൂക്ഷിക്കും. കാരണം ഇത് തന്നയാള്. പക്ഷെ ഈ ആളിന് വേറൊരു സ്വഭാവമുണ്ട്, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവൻ എത്രത്തോളം വലിയവൻ. ഈ ദാനങ്ങൾ തന്നവൻ, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തവൻ, നല്ല ദാനവും തികഞ്ഞവരും തന്ന വെളിച്ചങ്ങളുടെ പിതാവ് ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവൻ തന്നത് നാം ഒരിക്കലും കളയത്തില്ല. പിശാചിൻ്റെ ഓഫറിന് പിന്നാലെ ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ചാൽ സ്വന്തം മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാൻ ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയില്ല ഞാനെന്ന് പാസ്റ്റർ C.S. മാത്യു ഒരു കാലത്ത് പാടിയതുപോലെ ഇന്നും പലരും പാടും നമ്മൾ ആടും. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രാകൃതാൻ ജാരന്മാരെ വരിച്ച മണ്ണിന് വേണ്ടി മാണിക്യത്തെ വെച്ചു മാറി തന്നവനെ, ദാനം തന്ന മഹത്തായ പിതാവിനെ തുച്ഛീകരിക്കലേ നാം ചെയ്യുന്നത്. മാത്രമല്ല, വേറൊരു പ്രത്യേകതയുണ്ട്. അവൻ്റെ സ്വഭാവം എന്താണെന്ന് നാം അറിഞ്ഞ്, എന്തിൻ്റെ വെളിച്ചത്തിലാണ് അവന് തന്നതെന്നറിഞ്ഞ് നമ്മളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ വെളിച്ചത്തിലാണല്ലോ ഭാവിയെ കുറിച്ച് കൂടെ ഓർത്താണല്ലോ സ്വർഗീയ പിതാവ് ഇത് നമുക്ക് തന്നത്. നാം പാടും, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും ഏഴയിൽ പോർന്ന യേശു എത്ര നല്ലവൻ. അവൻ്റെ സന്മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണല്ലോ അവൻ്റെ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ ഭാഗമാണല്ലോ, കരുതലിൻ്റെ ഭാഗമാണല്ലോ ഈ കൃപാദാനങ്ങളെല്ലാം. മാത്രമല്ല, തന്നയാള് നാളെ കണക്ക് ചോദിക്കും. ലോകത്തിൽ ഉള്ള ആളുകൾ ചിലപ്പോൾ അത് ചോദിച്ചില്ലെന്ന് വരാം.
ഞാൻ തന്ന സമ്മാനം എന്തിയെ എന്ന് ചോദിച്ചില്ലെന്ന് വരാം. എന്നാൽ ഈ അതല്ല, അവൻ കണക്ക് ചോദിക്കും. യഹസ്കേൽ ചോദിച്ചാൽ ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? നമുക്ക് തന്നതിനെ നാം നിസ്സാരമായി കണ്ട് ചവറുകൂനയിൽ കൊണ്ടിട്ടാൽ തന്നവൻ കണക്ക് ചോദിക്കുമ്പോൾ നാം എന്തു ചെയ്യും? ആ നേരത്ത് നാം ലജ്ജിച്ച് തല താഴ്ത്തുമോ? അപ്പോൾ തന്ന വ്യക്തി ആരാണെന്നുള്ള, ദാനങ്ങൾ തന്ന വ്യക്തി ആരാണെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കുള്ളത് നാം വിട്ടുകളയത്തില്ല, നാം അത് മുറുകെ പിടിച്ച് സൂക്ഷിക്കും. 3, എന്തിനു വേണ്ടി നമുക്ക് തന്നു എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നാം ഒരിക്കലും അത് വിട്ടുകളയത്തില്ല, മുറുകെ പിടിക്കും. ഇതെനിക്ക് എന്തിനാണ് തന്നത്? ഇതിനെ പിന്നിലെ ഉദ്ദേശം എന്താ? അവന് എന്തുദ്ദേശത്തോടായിരിക്കും തന്നത്? അവൻ്റെ കരുതലിൻ്റെ ഭാഗമല്ലേ? ഞാനിത് എന്ത് ചെയ്യണം എന്നുള്ള ശരിയായ ബോധം നമ്മെ ഭരിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ അത് വിട്ടുകളയത്തില്ല. മാത്രമല്ല, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റനേകരുടെ ജീവിതത്തിലും അത് പകരത്തക്കണം, വർദ്ധിക്കത്തക്കണം. വിശ്വാസം, ദൈവകൃപ, ദൈവസ്നേഹം, പഥ്യോപദേശം, പ്രത്യാശ, എന്തിനു പറഞ്ഞ് വർണ്ണിക്കാനാവാത്ത ഈ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവരും വർദ്ധിക്കത്തക്കണം, നാം അവർക്കും പങ്കുവെക്കും. വേറൊരു പ്രധാനപ്പെട്ട കാരണം ഞാനത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ വീണ്ടും ഓർപ്പിക്കുന്നു. 4, ഇത് നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ, എങ്ങനെയെങ്കിലും നമ്മുടെ കിരീടം നമ്മിൽ നിന്ന് അടിച്ചു മാറ്റുവാൻ, നമ്മെ അതിന് അയോഗ്യരാക്കുവാൻ നിരന്തരം ഇംഗ്ലീഷ് പറഞ്ഞാൽ ബൈ ഹൂക്ക് ആർ ക്രൂക്ക്, എന്ത് മാർഗം ഉപയോഗിച്ചും ഇത് നഷ്ടപ്പെടുത്തുവാൻ, നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുത്തുവാൻ ഒരുവൻ പിന്നാലെയുണ്ട്. ഇപ്പോൾ യേശാവിൻ്റെ കാര്യത്തിൽ മടങ്ങി വരാം. യേശാവിൻ്റെ അനുഗ്രഹം പോട്ടെ, ദേശാവകാശം യാക്കോബിന് കൊടുത്തെങ്കിൽ അവർ രണ്ടും മാത്രമല്ലേ അറിഞ്ഞുള്ളൂ. അനുഗ്രഹം അപ്പോഴും യേശാവത് കണക്ക് എനിക്ക് അനുഗ്രഹം ഉണ്ടല്ലോ, അപ്പൻ തരാമെന്ന് പറഞ്ഞല്ലേ. അപ്പന് കാണാൻ പറ്റത്തില്ലെങ്കിലും അപ്പനെ പറ്റിക്കാനൊക്കില്ലല്ലോ. കാരണം ഞാൻ വ്യത്യസ്തനാണ്, എൻ്റെ ശരീരം വ്യത്യസ്തമാണ്, ദേഹം മുഴുവൻ രോമാവൃതമായി വ്യത്യസ്തനാണ്. കണ്ണ് കാണാത്തവൻ തപ്പി നോക്കിയാലും കണ്ടുപിടിക്കാം. രോമമില്ലാത്തവൻ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പോയാൽ അത് ശാപമായി മാറും. യാക്കോബ് അത് പറയുന്നുണ്ട്, ഉൽപ്പത്തി 27-ാം അധ്യായത്തിൽ കാണാം. അപ്പോൾ മാത്രമല്ല, ശബ്ദം കൊണ്ട് ഞാൻ വ്യത്യസ്തനാണ്. യാക്കോബ് പറയുന്നുണ്ടല്ലോ, ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, എന്നാൽ ശരീരം യേശാവിൻ്റെ ശരീരം. മാത്രമല്ല, വസ്ത്രധാരണത്തിലും വ്യത്യാസമുണ്ട്. കാരണം യാക്കോബിൻ്റെ വസ്ത്രത്തിൻ്റെ മണവും ഈ യേശാവിൻ്റെ വസ്ത്രത്തിൻ്റെ മണവും ഇസ്ഹാക്കിന് അറിയാം. അവൻ്റെ വസ്ത്രം മണത്തു. റിബേക്ക അവളുടെ തന്ത്രപരമായിട്ടാണ് യാക്കോബിനെ ഒരുക്കി വിട്ടത്. വസ്ത്രം മണത്തു, അവൻ്റെ കൈ തപ്പി നോക്കി. ഇസ്ഹാക്ക് പറഞ്ഞു, ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, എന്നാൽ കൈകൾ യേശാവിൻ്റേത്, വസ്ത്രം യേശാവിൻ്റേത്. നോക്കണം, യേശാവിനുള്ള വസ്ത്രവും ആട്ടുരോമവും ഒക്കെ എടുത്ത് പൊതിഞ്ഞ് മോനെ വിട്ടിരിക്കുക അനുഗ്രഹം വാങ്ങിക്കാൻ. നോക്കണേ, യേശാവ് തിരിച്ചു വരുമ്പോഴേക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഞാൻ എനിക്കൊന്നും പറ്റുകയില്ല, ആർക്കും എന്നെ വീഴ്ത്താൻ പറ്റത്തില്ല, ഞാൻ വീഴത്തില്ല, ഞാൻ ഒരിക്കലും തള്ളത്തില്ല എന്ന് പറഞ്ഞ് അനേകർ വീണ് തകർന്ന് ഈ പോർക്കളത്തിൽ കിടക്കുന്ന നിസ്സഹായ രംഗങ്ങൾ, ആർക്കും സഹായിക്കാൻ പറ്റാതെ നെടുവേർപ്പെടുന്ന രംഗങ്ങൾ ധാരാളമുണ്ട്. ഏതാണ്ട് അരനൂറ്റാണ്ടിലധികമുള്ള ക്രിസ്ത്യൻ ജീവിതത്തിൽ ഞാൻ അനേകം കാര്യങ്ങൾ കണ്ടു. അയ്യോ, നടുക്കത്തോടെ വിറയലോടെ പറയട്ടോ, ഫസ്റ്റ് പാടിയതുപോലെ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം,
വീരപൂമാൻകളിൽ വീണവരിൽ അനേകർ തങ്ങളുടെ വാഴ്ച നഷ്ടപ്പെടുത്തി, പദവി നഷ്ടപ്പെടുത്തി, കിരീടം നഷ്ടപ്പെടുത്തി അർത്ഥരായി കഴിയുന്ന രംഗങ്ങൾ. ഏശാവിനെ പോലെ മനസ്സാന്തത്തിന് ഇടകിട്ടാതെ ലോകത്തിൽ നിന്ന് പോയ എത്ര പേർ. അപ്പോൾ ഒരുവൻ എൻ്റെ പിന്നാലെ ഉണ്ട്, എൻ്റെ കിരീടം അടിച്ചു മാറ്റുവാൻ, എൻ്റെ പദവി അടിച്ചു മാറ്റുവാൻ ഒരുവൻ എൻ്റെ പിന്നാലെ ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നാം എല്ലാ രംഗത്തും സൂക്ഷിക്കും. എല്ലാ രംഗത്തും സൂക്ഷിക്കും. വളരെ കരുതലോടെ ജീവിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവം എന്നും പറയുന്നു. അതിൻ്റെ അർത്ഥം എല്ലാത്തിനെയും പേടിയൊന്നെന്നുള്ള അർത്ഥമല്ലല്ലോ. പാപം ചെയ്യാനുള്ള സന്ദർഭങ്ങൾ വന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്നായിരുന്നല്ലോ യോസഫ് ചോദിച്ചത്. നെഹമ്യാ പറഞ്ഞു, ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല. ഇന്നോ എന്തും ചെയ്യാൻ മടിയില്ലാത്ത, എന്തും പറയാൻ മടിയില്ലാത്ത, ആരെയും നിന്ദിക്കാൻ മടിയില്ലാത്ത, എന്ത് ദുഷ്ടതയും പ്രവർത്തിക്കാൻ മടിയില്ലാത്ത കഠിന ഹൃദയന്മാരായി കർത്താവിനെ കുറിച്ച് വാദരാതെ പറഞ്ഞേക്കാം. പക്ഷേ ജീവിതത്തിൽ അങ്ങേയറ്റം ക്രൂരന്മാരായി മറ്റനേകരെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, നാവുകൊണ്ട് കൊല്ലുന്ന നീച പ്രവർത്തിക്കാരായി അനേകർ മാറിയിട്ടുണ്ട്. ഓർത്തുകൊള്ളുക, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചു. എങ്ങനെയെല്ലാം പിടിച്ചാൽ പോരാ, മുറുകെ പിടിച്ചു. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അവിടെ 2 വാക്യങ്ങളിലും രണ്ടാമത്തെ അധ്യായത്തിൽ വേറൊരു ഭാഗം കൂടിയുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ പെർഗമോസിലെ സഭയോട് ദൈവം പറഞ്ഞതാണ്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. സാത്താൻ്റെ സിംഹാസനമുള്ളിടത്തും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. എന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു. മറ്റൊരു നാമവും ഞാൻ ഉച്ചരിക്കത്തില്ല. നോക്കണം, അവനുള്ള മുറുകെ പിടിച്ചിരിക്കുന്നു. ഇതുപോലെ കർത്താവിൻ നാമം മുറുകെ പിടിച്ച് ആദ്യ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോകാതെ മുറുകെ പിടിച്ച്, പത്യോപദേശത്തെ മുറുകെ പിടിച്ച്, എന്തു വന്നാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ദൈവസ്നേഹത്തിൽ തന്നെ കാത്തുകൊണ്ട് വിശുദ്ധനായ ദൈവത്തെ, അവൻ്റെ വിശുദ്ധിയെ ഭയപ്പെട്ട് വിശുദ്ധരായി, നിർമ്മലരായി, നിരപവാദ്യരായി, ദോഷം ചെയ്യാത്തവരായി, നാവുകൊണ്ട് പാപം ചെയ്യാത്തവരായി, ദൈവകൃപ നിറഞ്ഞവരായി, ദൈവിക ദാനത്തെ അനുഭവിക്കുന്നവരായി, ക്രിസ്തു എന്ന തലയോളം വളരുന്നവരായി നമുക്ക് തന്നെല്ലാം മുറുകെ പിടിച്ചോണ്ട് ജീവിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, പഴയ നമ്മ വിശുദ്ധന്മാരും പുതിയ നിയമ ഭക്തന്മാരും ഒന്നിച്ചു കൂടുന്ന സദസ്സിൽ സ്വർഗത്തിലെ ദൈവം മാനിക്കുന്ന ഒരു സമയമുണ്ട്. അനധിവിദൂര ഭാവിയിൽ ലോക സംഭവങ്ങളെല്ലാം അതിനെ ചൂണ്ടിക്കാണിക്കുക. അനധിവിദൂര ഭാവിയിൽ ആ ശ്രേഷ്ഠമായത് പ്രാപിപ്പാൻ നമുക്ക് വച്ചിരിക്കുന്നത് നഷ്ടപ്പെടാതിരിപ്പാൻ, നാം ലജ്ജിതരാകാതിരിപ്പാൻ, ആനന്ദത്തോടെ പ്രാഗൽഭ്യത്തോടെ തിരുമുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കാൻ നമുക്ക് അവ തന്ന ദാനങ്ങളെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. ദാനങ്ങൾ തന്ന ആരാണെന്നുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. എന്തിന് തന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. മാത്രമല്ല, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തി നമ്മളെ പിന്നാലെ നമ്മുടെ ചുവട്ടിൽ തന്നെ സാത്താൻ ഉണ്ടെന്ന് ഏത് സമയത്തും അവൻ നമ്മെ വീഴ്ത്താമെന്നുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഉറച്ചു നിന്ന് പ്രാഗൽഭ്യത്തോടെ കർത്താവിനെ സേവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കിരീടം ആരും എടുത്തു പോരുതേ, മറ്റൊരുത്തൻ കൊണ്ടുപോകരുതേ, എനിക്കുള്ളതെല്ലാം പോയേന്ന് നിലവിളിക്കുവാൻ ഇടയാകരുതേ. അങ്ങനെ വരാതിരിപ്പാൻ നമുക്ക് സൂക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കണം. നാഥാ, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക എന്ന് അങ്ങ് കൽപ്പിച്ചല്ലോ. നാഥാ, അങ്ങയുടെ വചനത്തെ അക്ഷരം പ്രതി സ്വീകരിച്ച വളരെ ശ്രദ്ധയോടെ അങ്ങ് തന്ന അമൂല്യമായതെല്ലാം
കാത്തുകൊണ്ട് കർത്താവെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഉണർവോടെ, പ്രത്യാശയോടെ, പ്രാഗൽഭ്യത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഇളയവരെ സഹായിക്കുമാറാണമേ. നാഥാങ്ങളുടെ ജനത്തോട് അവിടുന്ന് സംസാരിക്കുമാറാണമേ. തൻ്റെ കിരീടം ആരും എടുത്തുകൊണ്ട് പോകാതെ തനിക്കുള്ളത് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽപ്പാൻ അങ്ങയുടെ ജനത്തെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.